തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു ദൈവവചനം ഈ ശുശ്രൂഷ അവസരത്തിൽ പരിശുദ്ധാത്മാവ് ധ്യാന വിഷയമായി നൽകുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 20 നമുക്ക് ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കാം. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. പലതവണ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ്. ഒരിക്കൽ കൂടെ നമ്മളിതായി ഈ ശുശ്രൂഷ അവസരത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടം, ആഗമന കാലഘട്ടം, യേശുവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയം തുറക്കുക. യേശു നിൻ്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വാതിലിൽ മുട്ടുന്നു. വാതിലിൽ മുട്ടുന്ന സമയമാണ് ആഗമന കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലോ ഓഫീസിലൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് കോളിംഗ് ബെല്ലടിക്കും, ഇല്ലെങ്കിൽ വാതിലിൽ മുട്ടും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ പോയി നോക്കും, വാതിൽ തുറന്ന് നോക്കും. അകത്ത് കയറ്റേണ്ട ആളാണെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറ്റും. ചിലരെയൊക്കെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ച് അവരെ പറഞ്ഞയക്കും. ഇനി അകത്തേക്ക് കയറ്റുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കും. എന്താണത്? അതായത് ഈ വരുന്ന ആൾക്ക് ഇരിക്കാൻ കസേരയുണ്ടോ, സോഫയുണ്ടോ, ആ കസേരയിലും സോഫയിലും വേറെ വല്ലേരുമാണോ ഇരിക്കുന്നത്? അപ്പോൾ എന്തു ചെയ്യും? നമ്മൾ തൽക്കാലത്തേക്ക് വരുന്ന ആളെ തൽക്കാലം വേറെ എവിടെയെങ്കിലും ഇരുത്തും. വചനം പറയാണ്, നിന്റെ വാതിലിൽ ഞാൻ മുട്ടുന്നു. ഈ വാതിൽ നമുക്കൊക്കെ പരിചയമുള്ള വാതിലാണ്, നമ്മുടെ ഹൃദയമാവുന്ന വാതിലാണ്. നമ്മളൊക്കെ പണ്ട് തൊട്ട് കണ്ട് പരിചയമുള്ള ഒരു പടം ഉണ്ടല്ലോ, അതേതാത്? അതായത് യേശു ഇങ്ങനെ വാതിലിൽ വന്ന് മുട്ടുന്ന പടം. ആ ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീടിൻ്റെയും ഓഫീസിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഒക്കെ വാതിലിന് പുറത്തു നിന്ന് പൂട്ടാൻ, നമുക്ക് താഴിട്ട് പൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ആ ചിത്രത്തിൻ്റെ എന്താ പ്രത്യേകത? അതായത് യേശു വാതിലിൽ മുട്ടുന്നു. അതിന് പുറത്ത് നിന്ന് പൂട്ടിയിട്ടില്ല, മറിച്ച് അതകത്ത് നിന്നാണ് പൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അകത്തുള്ള ആൾ തുറക്കണം, എങ്കിലേ പുറത്തുള്ള ആൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നറിയോ? യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി സമ്പൂർണമായി കൊടുക്കാനുള്ള കാലഘട്ടം. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ അച്ഛാ, ഞങ്ങളെയൊക്കെ പണ്ടേ ക്രിസ്ത്യാനികളാണല്ലോ, ഞങ്ങളുടെയൊക്കെ ജീവിതം പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതിനപ്പുറം എന്താണ് ഇനി ഈശോയ്ക്ക് കൊടുക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, പേരുകൊണ്ട് മാത്രം നമ്മൾ ആരും ക്രിസ്ത്യാനിയായി മാറുന്നില്ല. മറിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന നിമിഷം, അധിക നാളായിട്ടില്ല, ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവൻ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവനോട് സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഇന്ന് അവൻ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെ കാരണം ഇവൻ്റെ തന്നെ ചില തെറ്റായ തീരുമാനങ്ങളും ചില തെറ്റായ അടുപ്പങ്ങളുമാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാനും കേട്ടു, നിൻ്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ
അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ശരിയാച്ചാ, ഞാൻ കുറേ നാളായിട്ടൊന്ന് ശരിയാകണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണം, എനിക്കും വലിയ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ നേരത്തെ സംസാരിച്ച കാര്യത്തിൽ ആ അടുപ്പം, ഈ ബന്ധം, ഇത് നിനക്ക് നല്ലതല്ലല്ലോ. അപ്പം നല്ലതല്ലാത്തത് കൊണ്ട് നിനക്കത് ഉപേക്ഷിക്കേണ്ട സമയമായി. ചില കാര്യങ്ങൾ, നീ കൊണ്ടു നടക്കുന്ന ചില നിനക്ക് ഗുണകരമല്ലാത്ത ചില കാര്യങ്ങൾ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാ ഈ കാര്യങ്ങൾ, നീ ഉപേക്ഷിക്കേണ്ട സമയമായി. അത്രയും നേരം ശരിയാണച്ചാ, എല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മുഖം മങ്ങി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ആ ബന്ധം, ആ കാര്യങ്ങൾ ശരിയാണ്, അത് വലിയ ഗുണമൊന്നും ഉണ്ടാക്കുന്നില്ല, എൻ്റെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അച്ഛാ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അച്ഛാ, എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അവൻ്റെ ചോദ്യം മനസ്സിലായോ? അതായത് അവൻ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന, അവൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് കരുതുന്ന തിന്മയുടെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മാറ്റാൻ അവൻ തയ്യാറല്ല. എന്നിട്ട് എന്താ അവന് വേണ്ടേ? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണം, പ്രാർത്ഥിച്ചൊന്ന് മാറ്റണം. ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുക. ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് ഒരുമിച്ച് ഭക്ഷിക്കും. ഇതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ യേശു കടന്നു വരാൻ തക്കവണ്ണം ഒരുക്കണം. ആ ഒരുക്കൽ ശുശ്രൂഷയിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? യേശു ഇരിക്കുന്ന സീറ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റണം. നിന്റെ ജീവിതത്തിൽ ദൈവികമായി കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾക്ക് പകരം തിന്മയായത്, പൈശാചികമായത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ ആഗമന കാലഘട്ടം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ട സമയമാണ്. എൻ്റെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത്? ഇപ്പോൾ ആരാണ് വസിക്കുന്നത്? പേരുകൊണ്ട് ക്രിസ്ത്യാനിയാവാം, പള്ളിയിൽ പോകുന്ന വ്യക്തിയാവാം, വീട്ടിൽ അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. എങ്കിലും ഇത് തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. നിന്റെ ജീവിതത്തിൽ നിന്നെ അറിയുന്ന ദൈവം നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗങ്ങൾ ഈ നാളുകളിൽ പലതവണ വായിച്ച് ധ്യാനിക്കുന്ന വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് യേശയ്യ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിൻ്റെ, അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അനുതാപത്തിൻ്റെ സ്നാനം. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയാണ്, നീ വഴി ഒരുക്കണം, നിന്റെ ഹൃദയത്തിങ്കിലേക്കുള്ള വഴി ഒരുക്കണം. അനുതാപം ആ ഹൃദയത്തിൽ സംഭവിക്കണം. ഒരു മാറ്റം വേണം. ഒരു മാറ്റം വേണ്ടേ? ആർക്കാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? ഒരു മാറ്റം അനിവാര്യമാണ്. ഒരു പക്ഷെ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഈ ശുശ്രൂഷ സമയത്ത്, ഇങ്ങനെയൊക്കെ മതി, ഇനി ഇതൊന്നും മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എനിക്കെന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അത്യാവശ്യമൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മളോടാണ് കർത്താവ് പറയുന്നത്, ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ്, മനപരിവർത്തനമാണ്. ഞാനൊരു വീട്ടിലെ ഒരു
അയൽവക്ക ബന്ധവുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുടുംബനാഥൻ ഇങ്ങനെ വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ചേട്ടൻ അയൽവക്കത്തെ വീടുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ കുടുംബത്തോട് ക്ഷമിക്കാൻ ഒരു തീരുമാനം എടുക്കണം. അത്രേ സമയം വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ ചേട്ടൻ്റെ മുഖം മാറി. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ആ കുടുംബം എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ ചെയ്ത പ്രവർത്തികളുടെ എണ്ണവും ആഴവും അർത്ഥവും അച്ഛാ വളരെ വലുതാണ്. അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട് അച്ഛാ. ചത്താലും എന്നോട് ക്ഷമിക്കാൻ പറയണ്ട അച്ഛാ. ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല അച്ഛാ. ഈ വിഷയം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും അച്ഛന് പറയാം. പറയാൻ കാരണം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് മുഴുവൻ അവർ ചെയ്ത കുറേ സംഭവങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും കയ്പ് നിറഞ്ഞ കുറേ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളുമായിട്ട് നടക്കുന്ന വ്യക്തിയിൽ എവിടെയാണ് യേശുവിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? അവരുടെ വീടിൻ്റെ വാതിക്കൽ വലിയ ഒരു ചിത്രം യേശുവിൻ്റെത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, യേശു ഈ ഭവനത്തിൻ്റെ നാഥൻ. നല്ല കാര്യം. പക്ഷേ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ നാഥൻ ആരാ? കുറേ ഇരുട്ട് നിറഞ്ഞ കുറേ സംഭവങ്ങൾ മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ നിലപാടും ഒന്ന് പരിശോധിക്കുക. വീട്ടിൽ ഈശോയുടെ രൂപമുണ്ടോ? യേശു ഈ വീടിൻ്റെ നാഥനെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? നീ പള്ളി പോകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നുള്ളതിൻ്റെയൊക്കെ ചോദ്യത്തിൻ്റെയൊക്കെ മർമ്മം, നിൻ്റെ ഹൃദയത്തിൻ്റെ നാഥൻ ആരാണ്? നിൻ്റെ നിലപാട് എന്താണ്? പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ സ്നാപക യോഹന്നാൻ ഈ കാലഘട്ടത്തിൽ, സ്നാപക യോഹന്നാൻ്റെ ഒരു കൺവെൻഷനാണല്ലോ അല്ലേ, ബൈബിൾ കൺവെൻഷൻ. പ്രത്യേകിച്ച് കൊറോണയൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറേ നാളായിട്ട് ബൈബിൾ കൺവെൻഷൻ ഒന്നും പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയാണ്. പണ്ടൊക്കെ എന്തായിരുന്നല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഓരോ ഇടവക തോറും, ഫൊറോന തോറും, ഓരോ ജില്ല തോറും ബൈബിൾ കൺവെൻഷൻ ഉത്സവങ്ങളായിരുന്നു. ഇപ്പം നമുക്കതിനുള്ള സമയമോ സൗകര്യമോ അല്ലെങ്കിൽ അന്തരീക്ഷം ഒന്നും ശരിയാക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ സ്നാപക യോഹന്നാൻ നിൻ്റെ മുമ്പിൽ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുകയാണ്. എന്താ പറയണേ? ദാ വഴിയൊരുക്കുവിൻ. എന്തു വഴി? നമ്മുടെ ഹൃദയത്തിങ്കിലേക്കുള്ള വഴി. ഈ ഹൃദയത്തിങ്കിലേക്കുള്ള വഴി ഒരുക്കാൻ ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഇവിടെയാണ് പഴയ നിയമത്തിൽ ജോഷുവയുടെ വചനം നമ്മൾ ഓർക്കേണ്ടത്. ഇസ്രായേൽ ജനതയോട് ജോഷുവ പറയുകയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം, ഒരു മനപരിവർത്തനം ആവശ്യമാണ്. എങ്കിലേ ദൈവിക പ്രവർത്തികൾക്ക് സ്ഥാനമുള്ളൂ. നിനക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ? ഒരു ദൈവിക ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ടോ? അത്ഭുതങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്തു വേണം? ഒരു മനപരിവർത്തനം, ഒരു മാനസാന്തരം, ചില നിലപാടുകൾ തിരുത്താൻ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം അനിവാര്യമാണ്. നിന്റെ കാഴ്ചപ്പാടുകളെ ഒന്ന് വിശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു സഹോദരൻ ധ്യാനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിന് വലിയ വേദനയുണ്ട്. അപ്പോൾ 1-ാം ദിവസം ധ്യാനത്തിന് വന്നപ്പോൾ നമ്മുടെ ശുശ്രൂഷകരെല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കൂ, നന്നായിട്ട് ചാടിത്തുള്ളി സ്തുതിക്കൂ എന്നിങ്ങനെ ഹല്ലേലൂയ പറയാനൊക്കെ ദൈവജനത്തെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സഹകരിക്കുന്നില്ല. ജനത്തിൻ്റെ പുറകിലായിട്ടാണ് നിൽക്കുന്നത്, ഇദ്ദേഹം സഹകരിക്കുന്നില്ല. അപ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തു പറ്റി? വലിയൊരു ഭാരം ഉണ്ടല്ലോ മുഖത്ത്. മറ്റുള്ളവരൊക്കെ കൈയടിക്കുന്നത് കണ്ടില്ലേ? മറ്റുള്ളവരൊക്കെ ഹല്ലേലൂയ പറയുന്നത് കണ്ടില്ലേ? പിന്നെ എന്താ ചേട്ടൻ എന്നാ പറ്റിയേ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ,
എനിക്കൊരു കുഴപ്പമുണ്ട്. അതായത് എൻ്റെ കാലിന് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം ഒന്ന് മാറണം, അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം മാറിയാൽ ഈ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം. അതായത് എൻ്റെ കാല് സുഖപ്പെട്ടാൽ ഞാൻ കൈയടിക്കാം, ഹല്ലേലൂയ പറയാം, അച്ഛൻ പറയുന്നതൊക്കെ ചെയ്യും. എന്താണ് ആഗ്രഹിക്കുന്നത്? ആദ്യം അത്ഭുതം നടക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നു, ദാ ജോഷുവയിലൂടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് പറയുന്നു, ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു മാനസാന്തരം വേണം. ആദ്യം ദൈവത്തെ സ്തുതിക്കണം, ആദ്യം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എങ്കിൽ മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും, അതായത് ദൈവിക പ്രവർത്തികൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നീ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ, നീ ദൈവമഹത്വം തേടുമ്പോൾ അതിൻ്റെ തൊട്ടുപുറകെ എന്തു കിട്ടും? ദൈവകൃപ, ദൈവിക ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹൃദയം തുറക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവികമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? മാറി ഇന്ന് കുറ്റം പറഞ്ഞും കളിയാക്കിയും നുണ പറഞ്ഞും നമ്മൾ ഇങ്ങനെ തമാശ പറഞ്ഞ് ജീവിക്കും. ഈശോ പറയുന്നത്, നിന്റെ ഹൃദയം തുറന്നാൽ നിനക്ക് ജീവിതത്തിലേക്ക് കൃപ ലഭിക്കാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ബൈബിൾ വചനം പറഞ്ഞത് എന്താ? ഇതാ ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയും നമ്മൾ ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. വെളിപാട് 3:20. ഈ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? ആഘോഷം. യേശു നിന്റെ ജീവിതത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് ഒരു ആഘോഷമാണ്. എന്തിൻ്റെ ആഘോഷം? യേശു എൻ്റെ ജീവിതത്തിൽ വന്നതിൻ്റെ ആഘോഷം. യേശു ഹൃദയത്തിൽ വരുമ്പോഴാണ് ഈ ആഘോഷത്തിന് അർത്ഥം ഉണ്ടാവുന്നത്. നമ്മുടെ പ്രവർത്തികളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ സഹോദരൻ പറഞ്ഞ എന്താണ്? ഞാൻ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം, പക്ഷെ ആദ്യം എൻ്റെ കാല് സുഖപ്പെടണം. എന്തു വേണം? ആദ്യം നീ സ്തുതിച്ചാൽ, ആദ്യം നീ ദൈവത്തോട് ചേർന്നാൽ, അതിൻ്റെ തൊട്ടുപുറകെ ദൈവികമായ ഇടപെടലുകൾ കാണാനും കേൾക്കാനും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹൃദയം തുറക്കണം. അടച്ചിട്ട ഹൃദയത്തിന് ഇപ്രകാരമുള്ള സാധ്യതകൾ നഷ്ടപ്പെടും. ചുറ്റുവട്ടത്തും ദൈവസ്നേഹം അനുഭവിക്കാൻ പോലും പറ്റാത്ത വണ്ണം നുറുകുന്ന അനുഭവം ഉണ്ടാവും. കൈപ്പേറിയ അനുഭവം ഉണ്ടാവും. കൈപ്പേറിയ അനുഭവം. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട്ടിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ മനസ്സിലാക്കാനും പറ്റുന്നില്ല, ആകപ്പാടെ കഷ്ടം പിടിച്ചൊരു ജീവിതം. എന്തൊരു ജീവിതമാണച്ചാ, കഷ്ടം പിടിച്ച ജീവിതം. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യത്തിൽ ആരും സഹോദരനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഹൃദയം തുറക്കണം. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ആരെല്ലാം നമ്മളെ സ്നേഹിച്ചാൽ ഈ സ്നേഹം സ്നേഹമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്നത് അവർ നമ്മളെ വേദനിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടെന്ന് കരുതുക. ഒരു മുറിവ്, നല്ല വേദനയുള്ള മുറിവാണ്. അപ്പം ഞാൻ വന്നിട്ട് നിങ്ങൾക്കൊരു കൈ തരികയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ് സഹോദര എന്ന് പറയുകയാണ്. അപ്പം നിങ്ങളുടെ ആ മുറിവുള്ള കയ്യിലാണ് പിടിച്ച് ഇങ്ങനെ കൈ ഉലുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് വേദന തോന്നും. അച്ഛാ കൈവിടച്ചാ, വേദനയാണച്ചാ, വേദന. എന്നിട്ട് നമ്മൾ പറയും, ആ അച്ഛനും എനിക്ക് വേദന തന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ തന്ന സ്നേഹം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചത്, ഈ മുറിവ് സുഖപ്പെടാതെ ആർക്കൊക്കെ കൈ കൊടുത്താലും എന്താണ് കിട്ടുന്നത്? വേദനയും ദുഃഖവും മുറിവും മാത്രം. ഇതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവനെ ശ്രദ്ധിക്കുന്നില്ലേ, ഇവനെ സ്നേഹിക്കുന്നില്ലേ, ഇവനെ പരിഗണിക്കുന്നില്ലേ, എന്താ കുഴപ്പം? അപ്പോഴാണ് ആ കുടുംബാംഗങ്ങൾ പറയുന്നത്, അച്ഛാ, ഞങ്ങൾ ഇവനെ സ്നേഹിക്കാവുന്നതിന് പരമാവധി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവനിത് മനസ്സിലാവണില്ല. അവൻ്റെ ഉള്ളിൽ അവനൊരു മുറിവുമായിട്ട് നടക്കുന്ന, ഹൃദയത്തിൻ്റെ സങ്കടവുമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ ഇരുട്ട് നിറഞ്ഞ, മുറിവ് നിറഞ്ഞ കാഴ്ചപ്പാടാണ്. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കി
ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തീരുമാനമെടുത്ത് ഹൃദയം തുറന്ന് ഈ ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ആക്കി മാറ്റുക. ഹൃദയം തുറക്കുന്ന വ്യക്തികളിൽ ആത്മീയമായ വളർച്ചയുണ്ടാവും. വലിയ വളർച്ച, നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ ദർശനങ്ങൾ മാറും. ജീവിതത്തിൻ്റെ അടിമുടി മാറ്റം വരുത്തുന്ന വലിയ ദർശനങ്ങൾ. പഴയ നിയമത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ദാവീദിനെ നമുക്കറിയാം. വലിയ രാജാവാണ്, ദൈവസ്നേഹം അത്രത്തോളം അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷേ ജീവിതത്തിൻ്റെതായ വലിയൊരു ഭാരത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ദാവീദിൻ്റെ സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്. ദാവീദിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനം 51 മനോഹരമായി രചിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ് സങ്കീർത്തനം 51. ആ സങ്കീർത്തനം 51 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. 12-ാം തിരുവചനം: അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും നൽകണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും നൽകണമേ. അടുത്ത വചനം: ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, എനിക്ക് ഒരുക്കം തരണം, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം, എന്നിട്ട് അങ്ങയുടെ രക്ഷ ആസ്വദിക്കാൻ എന്നെ ബലപ്പെടുത്തണം. ഈ ആഗമന കാലഘട്ടം ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കാലഘട്ടമാണ്. ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു നിലപാട്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ദാവീദ് ജീവിതത്തിൻ്റെതായ പാപ അവസ്ഥ, അവൻ്റെ ഇന്നലകളുടെ അവസ്ഥകൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കരയാണ്, കരച്ചിലാണ്. സങ്കീർത്തനം 51 മുഴുവൻ അവൻ്റെ യാചനയുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തോട് പറയുക, ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മുറിവുകളും കയ്പുകളും ഞാൻ മനസ്സിലാക്കുന്നു, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ. പുതിയ നിയമത്തിൽ ഈ പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചത് ആരാന്നറിയാവോ? നമ്മുടെ പ്രിയപ്പെട്ട പത്രോസാണ്. ശിഷ്യപ്രമുഖൻ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ, യേശുവിനെ തള്ളിപ്പറഞ്ഞതിനു ശേഷം പത്രോസ്ലീഹ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതെങ്ങനത്തെ പ്രാർത്ഥനയാണ്? കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 75-ാം തിരുവചനം, സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 വേഴ്സ് 75 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു, അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ഹൃദയം നുറുങ്ങി. അവൻ്റെ കരച്ചിലാണ്, കണ്ണുനീരാണ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് ഹൃദയത്തിൽ നിന്ന് വരും. ഈ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരല്ല, ഹൃദയത്തിൻ്റെ കണ്ണുനീർ വളരെ വേദനാജനകമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബനാഥൻ പറഞ്ഞത്, അച്ഛാ, ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല. പക്ഷേ ക്ഷമിക്കാനെടുക്കുന്ന തീരുമാനം അത് ഹൃദയത്തെ അത്രത്തോളം വേദനിപ്പിക്കും, അത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ തീരുമാനം അത് തലമുറയായിട്ട് നിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ തീരുമാനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവ് ആഗ്രഹിക്കുന്നതും ഇതേ തീരുമാനമാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനം, പ്രത്യേകിച്ച് ജീവിത ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള തീരുമാനം, ഹൃദയത്തിൽ യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കാനുള്ള തീരുമാനം. നീ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിക്കേ. ആരോടെങ്കിലും വെറുപ്പിലും വിദ്വേഷത്തിലുമാണോ നീ? പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിൻ്റേതായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്വഭാവ ശൈലിയുടെ ഉടമയാണോ? ഈശോ പറയുന്നു, മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊള്ളാൻ, സ്നേഹിക്കാനുള്ള ഹൃദയവിശാലത. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. എല്ലാവരെയും ഉൾക്കുന്ന ഹൃദയത്തിൻ്റെ വിശാലത. പ്രിയപ്പെട്ട ദൈവജനമേ, വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വചനം ഇതൊരു ഇൻവിറ്റേഷനാണ്. നിന്നെ ഇതാ ഈശോ ക്ഷണിക്കുകയാണ്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരികയും
ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. ദാ ഈ ഒരുക്ക കാലഘട്ടം, യേശുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്ക കാലഘട്ടം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനം നമുക്ക് ഉറപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് പുതിയ അഭിഷേകത്തിലേക്ക് സകലരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.